പീസ് റേഡിയോയിൽ കുറച്ചു മുമ്പ് ഇതുപോലെ ലഹരിക്കടിമയായിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ അഭിമുഖം വേറെയുണ്ട്. പാലക്കാട്ടുകാരനായ സാലിഹ് എന്ന ചെറുപ്പക്കാരൻ. അപ്പൊ അവനോട് ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു ഇതിന്റെ തുടക്കം? നിങ്ങൾക്ക് പ്രചോദനം കിട്ടിയത് എവിടെ നിന്നാണ്? അപ്പൊ അതിന് ആ ചെറുപ്പക്കാരൻ നൽകുന്ന മറുപടി, നമ്മൾ കാണുന്ന സിനിമകളിലൊക്കെ ഇത് തന്നെയല്ലേ നമ്മൾ കാണുന്നത്. നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, സിനിമകൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും നാടിനും സമൂഹത്തിനും നൽകുന്ന സംഭാവനകൾ എന്താണ്? സിനിമകൾ വിതക്കുന്ന ആപത്തുകൾ എന്തൊക്കെയാണ്? ഇപ്പോഴും സ്ഥിരമായി കൊണ്ട് സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മളെ കൂട്ടത്തിലില്ലേ? ഇന്നും സിനിമ കണ്ടവരില്ലേ? ഈ അടുത്ത് വരെ തിയേറ്ററിൽ പോയവരില്ലേ? ഇനി പോകാൻ തീരുമാനിച്ചവരില്ലേ? പ്രിയപ്പെട്ടവരെ, സിനിമകൾ എന്ത് ധാർമ്മികമായ മൂല്യമാണ് നമ്മുടെ സമൂഹത്തിന് നൽകുന്നത്? നേരത്തെ മദ്യത്തെ പറ്റി പറഞ്ഞതുപോലെ തന്നെയാണ്. ചില മനുഷ്യന്മാർ അതാ പറയാം, കുടുംബ ചിത്രങ്ങളില്ലേ, നല്ല നല്ല സിനിമകളില്ലേ, നല്ല നല്ല കഥകളില്ലേ, നല്ല സന്ദേശങ്ങൾ നൽകുന്നില്ലേ? ഉണ്ടാകാം. എന്നാൽ അത് വരുത്തി വെക്കുന്ന ആപത്ത് അതിനേക്കാളും എത്രയോ 10 മടങ്ങാണ്. അതെന്താ നമ്മൾ ചിന്തിക്കാത്തത്? ആരാണ് ഈ സിനിമകൾ സംവിധാനം ചെയ്യുന്നത്? പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഇന്റർവ്യൂ ബോർഡിനോട് പറയാണ്, ഒരു 10 കുടുംബങ്ങൾ എന്റെ സിനിമ കണ്ടിട്ട് ശിഥിലമായാൽ, തകർന്നു പോയാൽ ഞാൻ സംതൃപ്തനാണെന്ന് ഒരു സംവിധായകൻ പറഞ്ഞ വാക്കാണത്. ഈ മനുഷ്യന്മാർക്ക് എന്ത് ധാർമ്മികതയുള്ളത്? ഇവർ നിർമ്മിച്ച സിനിമകളാണ് നമ്മൾ കുടുംബത്തിന്റെ കൂടെ ഇരുന്നിട്ട് കാണുന്നത്. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ സിനിമകൾക്ക് പിന്നിലുള്ള ചീഞ്ഞു നാറുന്ന അവസ്ഥ എന്താണ്? അതുകൊണ്ട് ആ സിനിമ എന്ന സംസ്കാരം നമ്മുടെ വീടിന്റെ പടിക്ക് പുറത്തായിരിക്കണം. അതല്ല എങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ കിട്ടൂല, നമ്മുടെ മക്കളെ കിട്ടൂല. സിനിമകൾ കവരുന്നത് നമ്മുടെ വിശ്വാസം കൂടിയാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന അടിസ്ഥാനം പുതിയ തലമുറയെ പഠിപ്പിക്കുന്നിടത്ത് സിനിമക്ക് വലിയ റോളുണ്ട്. മദ്യവും ചൂതാട്ടവും അവിഹിതങ്ങളും സാധാരണവൽക്കരിക്കുന്നിടത്ത് സിനിമക്ക് വലിയ പങ്കുണ്ട്. അതിനൊക്കെ സിനിമ വലിയ മൈലേജ് കൊടുക്കുന്നുണ്ട്. ഖുർആൻ പറഞ്ഞു 3 സമയങ്ങളിൽ ഒരു ചെറിയ കുട്ടി പോലും അനുവാദം ചോദിക്കാതെ ആ മുറിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. 3 സമയങ്ങൾ. ഒന്ന് മിൻ ഖബ്ലി സലാത്തിൽ ഫജ്ർ, ഫജ്ർ നിസ്കാരത്തിന് മുമ്പുള്ള സമയമാണ്. വഹീന തദഊന സിയാബകും മിന വഹീറ, രണ്ടാമത്തേത് ദുഹറിന് ശേഷമുള്ള ഉച്ചയുടെ സമയമാണ്. മൂന്നാമത്തേത് ഇശാ നിസ്കാരത്തിന് ശേഷമാണ്. എന്താ ഈ 3 സമയങ്ങളുടെ പ്രത്യേകത? അതൊരു മനുഷ്യന്റെ സ്വകാര്യ സമയങ്ങളാണ്. അവിടേക്ക് ഒരു കുട്ടി പ്രവേശിക്കണമെങ്കിൽ അവന് അനുവാദം ചോദിച്ചിട്ടേ പ്രവേശിക്കാൻ പാടുള്ളൂ. അനുവാദം ഇല്ലാതെ വാപ്പാന്റെ ഉമ്മാന്റെ റൂമിലേക്ക് ഒരു കുട്ടിക്ക് കയറാൻ പോലും അവകാശമില്ല, അനുവാദമില്ല. എന്തുകൊണ്ടത് ഇസ്ലാം മുന്നോട്ട് വെച്ചത്? അതൊരു മനുഷ്യന്റെ സ്വകാര്യതയ്ക്ക് ഇസ്ലാം നൽകുന്ന വിലയാണ്. സിനിമയുടെ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഈ 3 സമയങ്ങളിൽ എന്താണോ നടക്കുന്നത് അതൊക്കെ സ്ക്രീനിൽ കാണുകയാണ്. അപ്പൊ ആ ഒരു സംസ്കാരം നമുക്ക് പറ്റിയതല്ല എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അവിഹിതങ്ങൾ സിനിമ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നു. എത്ര കുടുംബങ്ങളാണ് ഈ അവിഹിതം കൊണ്ട് തകർന്നു പോയത്? എത്ര ഭാര്യമാരാണ് വിധവകളായത്? എത്ര മക്കളാണ് അനാഥരായത്? എത്ര ഉമ്മമാർക്കും ഉപ്പമാർക്കുമാണ് അവരുടെ മക്കളെ നഷ്ടപ്പെട്ടത്? എത്ര ഗൗരവത്തിലാണ് ഇസ്ലാം ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുള്ളത്? അതിന്റെ വാതിൽ അടച്ചു കളഞ്ഞു. വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞു. വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞു, വ്യഭിചാരത്തോട് അടുക്കരുത് എന്നാ പറഞ്ഞു. ആ വാതിലാണ്ട് കൊട്ടി അടക്കാണ് ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ട ഒരു കാഴ്ചയുണ്ട്. സീറത്ത് ഇബ്നു ഹിഷാമിലും ഇമാം ബൈഹഖിയുടെ ദലായിലുൻ നുബുവയിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തുമ്മ റഅയ്തു റിജാലൻ ബൈന ഐദീഹിം ലഹ്മുൻ സമീനുൻ തയ്യിബുൻ ഇലാ ജംബിഹി ലഹ്മുൻ ഗസ്തുൻ മുൻതിനുൻ. ഒരു വിഭാഗം മനുഷ്യന്മാരെ ഞാൻ കണ്ടു. അവരുടെ മുമ്പിൽ നല്ല തടിച്ചു കൊഴുത്ത നല്ല വിശിഷ്ടമായ മാംസമുണ്ട്. കുറച്ചപ്പുറത്ത് ചീഞ്ഞു നാറിയ കേടുവന്ന മാംസവുമുണ്ട്. ഈ ടീം എന്താ ചെയ്യുന്നതെന്ന് അറിയോ? അവരുടെ മുമ്പിലിരിക്കുന്ന വിശിഷ്ടമായ മാംസം അവർ കഴിക്കുന്നില്ല, ഭക്ഷിക്കുന്നില്ല. ആ ചീഞ്ഞു നാറിയ ദുർഗന്ധം വമിക്കുന്ന കേടുവന്ന ഇറച്ചിയാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ഈ ദൗർഭാഗ്യവാന്മാർ? ആരാണ് ഈ കൂട്ടർ?
അപ്പൊ അതിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നൽകുന്ന മറുപടി എന്താണെന്നറിയോ? ഹൗലാഇ الذين يتركون ما أحل الله لهم من النساء ويذهبون إلى ما حرم الله عليهم منهن. അള്ളാഹു ഹലാലാക്കി കൊടുത്ത അവരുടെ ഇണകളുടെ അടുക്കലേക്ക് പോകാതെ അള്ളാഹു ഹറാമാക്കിയ പെണ്ണുങ്ങളെ തെരഞ്ഞെടുത്ത മനുഷ്യന്മാരാണ് ഈ കൂട്ടരെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിഹിതങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു സംഗതിയാണ്. അതിന് എന്ത് പേര് വിളിച്ചാലും, അതിന് പ്രണയം എന്ന് വിളിച്ചാലും, ഇനി ബെസ്റ്റിയാണെന്ന് പറഞ്ഞാലും, ലിവിങ് ടുഗദർ ആണെന്ന് പറഞ്ഞാലും, എന്തായാലും വിവാഹത്തിന് മുമ്പുള്ള പ്രണയങ്ങൾ വരുത്തി വെക്കുന്ന വലിയ വലിയ ഭവിഷ്യത്തുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ വാതിൽ ഇസ്ലാം അടച്ചു. അപ്പൊ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ നമുക്ക് വേണ്ടാന്ന് നമ്മൾ തീരുമാനിക്കണം. അള്ളാഹു അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ.